കൂട്ടുകാരെ നമസ്കാരം. നമുക്കിന്ന് ഒരു പുതിയ ബോർഡർ ലൈൻ എംബ്രോയ്ഡറി പഠിക്കാം. ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് 5 ലൈൻ വരയ്ക്കുക. 1 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലൈനിൽ നിന്ന് തുടങ്ങുക. ആങ്കർ ത്രെഡാണ് ഞാൻ എടുത്തത്. ഇതുപോലെ കുത്തിയെടുക്കുക. അതിനുശേഷം ഈ മൂന്നാമത്തെ ലൈൻ 1 2 3 നാലാമത്തെ ലൈനിൽ കുത്തി താഴ്ത്തുക. വീണ്ടും രണ്ടാമത്തെ ലൈനിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇതുപോലെ കിട്ടും. വീണ്ടും രണ്ടാമത്തെ ലൈനിൽ നിന്ന് നേരെ വന്നിട്ട് നാലാമത്തെ ലൈനിൽ കുത്തി താഴ്ത്തുക. രണ്ടാമത്തെ ലൈനിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇതുപോലെ ചെയ്യുക. ഈ സൈഡ് വരെ ചെയ്യുക. ഇവിടെ നീഡിലെ അകത്തോട്ട് കുത്തി താഴ്ത്തി കെട്ടിട്ട് കൊടുക്കുക. ഇതിനുശേഷം ഒന്നാമത്തെ ലൈനിൽ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. മൂന്നാമത്തെ ലൈനിൽ കുത്തി താഴ്ത്തുക. വീണ്ടും ഒന്നാമത്തെ ലൈനിൽ കൂടി മുകളിലേക്ക് കുത്തി എടുക്കുക. വീണ്ടും മൂന്നാമത്തെ ലൈനിൽ കുത്തി താഴ്ത്തുക. ഒന്നാമത്തെ ലൈനിൽ കൂടി മുകളിലേക്ക് എടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ മൂന്നാമത്തെ ലൈനിൽ കുത്തി താഴ്ത്തുക. ഒന്നാമത്തെ ലൈനിൽ കൂടി മുകളിലേക്ക് എടുക്കുക. സൂചി വീണ്ടും ഈ പച്ചയുടെ ഇപ്പുറത്തുള്ള ലൈനിൽ കൂടി ഇവിടെ കുത്തി താഴ്ത്തുക. ഇവിടെ പൊക്കിയെടുക്കുക. നൂല് സൂചിയുടെ പുറകിലിടുക. ഇതുപോലെ നമ്മൾ ഇവിടം വരെ ചെയ്യുക. ഇതുപോലെ ഫുള്ള് ലൈൻ ചെയ്യുക. ഇനി നമ്മൾ ഒരു പൂവാണ് തയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ ഗ്രീൻ ത്രെഡിൻ്റെ മുകളിൽ യെല്ലോ പൂവാണ്. ഇതുപോലെ എടുക്കുക. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവർ ആയി. അടുത്ത ഈ ലൈനിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ കുത്തിയെടുക്കുക. അതിന് ശേഷം കുത്തുക. വളരെ ഈസി ആയിട്ട് തുന്നിയ ബോർഡർ ലൈനാണിത്. ഇനി നമ്മൾ ഇവിടെ ഈ യെല്ലോ ത്രെഡിൻ്റെ മുകളിൽ ഓരോ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഫുള്ള് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഫ്രീ ക്ലാസ്സാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഈസിയായ ബ്യൂട്ടിഫുള്ളായ സ്റ്റിച്ചാണ്. നമ്മുടെ
ചുരിദാറിൻ്റെ ബോട്ടം പാർട്ടിൽ, ചെസ്റ്റ് പാർട്ടിൽ, കൈകളിൽ, ബ്ലൗസിൽ, നൈറ്റിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക. ഞാനിതുപോലെ ഒരുപാട് വട്ടം ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. സ്വന്തം ഡ്രസ്സിൽ തന്നെ പ്ലെയിൻ ഡ്രസ്സുകളുണ്ടെങ്കിൽ സാരിയിലൊക്കെ ബോർഡറുകളിൽ ചെയ്ത് പഠിക്കുക, മുന്താണിയിലൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പം നമുക്കാരെയും തെറ്റിപ്പോയാലും നമ്മളെ ആരും വഴക്ക് പറയൂല. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഇത് ഫ്രഞ്ച് നോട്ടാണ്. ഈ പൂ തുന്നാൻ വളരെ ഈസിയാണ്. വേണമെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ടിന് പകരം ഗ്രീൻ കളറിലുള്ള മോത്തികൾ, കുഞ്ഞു മുത്തുകൾ കിട്ടും, അത് മേടിച്ച് വെക്കാം. താങ്ക് യു.